പ്രമേഹം, പ്രത്യേകിച്ച് ടൈപ്പ് 1 പ്രമേഹം ഒരിക്കലും മാറില്ല എന്നാണ് സാധാരണയായുള്ള ധാരണ. കാരണം ടൈപ്പ് 1 പ്രമേഹമുള്ളവരുടെ പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദനവും ബീറ്റാ സെൽ കൗണ്ടും ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അതായത് ശരീരത്തിൽ സ്വന്തമായി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബീറ്റാ സെൽസ് ഇല്ല. അതുകൊണ്ട് 100% പുറത്തുനിന്നും ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്യേണ്ടി വരുന്നു. ഇതുകൊണ്ടാണ് ടൈപ്പ് 1 പ്രമേഹം ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് മിക്കവരും കരുതുന്നത്. ഇദ്ദേഹം ഇവിടെ ജോയിൻ ചെയ്യുന്നത് 2025 ജനുവരി 2-നാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നോക്കാം. ഇവിടെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 329ഉം ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ 434ഉം ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ആ സമയത്തെ പ്രമേഹം 11.8 ആയിരുന്നു. കൂടാതെ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ശരീരം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെല്ലിന്റെയും ഇൻസുലിന്റെയും അളവ് വെറും 0.02% ആയിരുന്നു. ഇതായിരുന്നു ഗ്ലൈസീമിയ ആന്റി ഡയബറ്റിക് ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വരുമ്പോൾ പയ്യോളിക്കാരനായ മുഹമ്മദിന്റെ അവസ്ഥ. നമുക്ക് പേഷ്യന്റിനോട് തന്നെ ചോദിക്കാം. സർ, ഇനി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? പേര്, പിന്നെ എവിടെയാണ് നാട് എന്നൊക്കെ. പേര് മുഹമ്മദ്, കോഴിക്കോട് ജില്ല, കൊയിലാണ്ടി, പയ്യോളി. സർ, ട്രീറ്റ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 2025 ജനുവരിയിൽ അല്ലേ? ജനുവരിയിൽ തുടങ്ങിയതാണ്. ഷുഗർ 400 ഒക്കെ ആയിരുന്നു. ഇപ്പോ നോർമലായിട്ട് ഇപ്പൊ കുറെ ആയി, ഇപ്പൊ 6-7 മാസമായി. ഇവിടെ വരുന്നതിന് മുന്നേ പ്രമേഹം അല്ലെങ്കിൽ HbA1c എത്രയായിരുന്നു? 11.9 അങ്ങനെ ആയിരുന്നു. 11-12 ഇടയിലായിരുന്നു സാറിന്റെ പ്രമേഹം. എന്നാൽ ഇപ്പോഴത് 6.4 അത്രയോ ആണല്ലേ? ശരി. അതുമാത്രമല്ല, സാറിന്റെ പ്രത്യേകത, സാറ് ടൈപ്പ് 1 പേഷ്യന്റ് ആയിരുന്നു നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നേ അല്ലേ? ബീറ്റാ സെൽസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പൊ എത്രത്തോളം കൂടി എന്നൊന്ന് പറയാമോ? 43 വരെ എത്തിയിട്ടുണ്ട്. -0.02 നമുക്ക് പിന്നെ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറവാണല്ലേ? കുറവാണ്. ശരി. പിന്നെ മുമ്പ് ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് 3-4 പ്രാവശ്യം സ്ട്രോക്ക് എല്ലാം വന്നിരുന്നു. അപ്പോൾ അതിപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ഇപ്പൊ ഒരു വർഷത്തിനിടയിൽ. എല്ലാം ഷുഗർ നോർമലായതിനു ശേഷം BP നോർമലായതോടുകൂടി ഇവിടെ വന്നപ്പോൾ കുറെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു ധാരണയാണ് ടൈപ്പ് 1 പ്രമേഹം ഒരിക്കലും മാറില്ല, ടൈപ്പ് 1 ലൈഫ് ലോങ് ടൈപ്പ് 1 ആയിരിക്കും എന്നറിയും. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സർ. 0.02% മാത്രമേ ബീറ്റാ സെൽസ് ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ 41% മുകളിലായിട്ട്. ഇത് സാറിനൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഒരുപാട് മാറ്റം ഇതിൽ വന്നിട്ടുണ്ട്. ഗുളിക പല ഡോക്ടേഴ്സിനും കാണിച്ചപ്പോ വലിയ ഗുണങ്ങളൊന്നുമില്ലായിരുന്നു. ഷുഗർ കൂടുക എന്നല്ലാണ്ട് കുറയുന്നില്ല ഇതുവരെ. ഇൻസുലിൻ കൂട്ടി 20 ആക്കി. ഇതുവരെ 20 രാവിലെ 20 രാത്രിയും. ശരി. സാറിന് എന്തെങ്കിലും നമ്മൾ ഈ പേഷ്യൻസിനോട് പറയാനുണ്ടോ? എക്സ്ട്രാ എന്തെങ്കിലും? അല്ല, ഇത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. ഞാനിത് ഫസ്റ്റ് വരുമ്പോൾ ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആയി കിട്ടുന്നുള്ളത്. നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ. നല്ല ഞാൻ വീട്ടിലുള്ള എല്ലാ ഷുഗറിലുണ്ട്, ഞാൻ പറയും എന്തായാലും ഇത്രയും എനിക്ക് ഈ ഗുണം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ബീറ്റാ സെൽ 41% കൂടിയിട്ടുണ്ട്. ശരീരം തന്നെ 41% ഇൻസുലിൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 329-ൽ നിന്നും 105 ആയി കുറഞ്ഞു. PPBS 434-ൽ നിന്നും 102 ആയിട്ട് കുറഞ്ഞു. പ്രമേഹം 11.8 എന്നുള്ളത് 6.4 ആയിട്ട് കുറഞ്ഞു. ഇത് ലോകത്തിൽ തന്നെ വേറെ ഒരു ചികിത്സാ രീതിയിലും സാധ്യമല്ല. കാരണം ബീറ്റാ സെൽ റീജനറേഷൻ എന്ന ടെക്നോളജി ഉള്ളത് ഗ്ലൈസീമിയയിൽ മാത്രമാണ്. ഈ ബീറ്റാ സെൽ റീജനറേഷൻ കൊണ്ട് ശരീരം തന്നെ സ്വന്തമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് പാൻക്രിയാസിലെ ബീറ്റാ സെൽ റീജനറേഷൻ ക്ലിനിക്കലി പ്രൂവ് ചെയ്തത് ഗ്ലൈസീമിയ ആന്റി ഡയബറ്റിക് ക്ലിനിക്കാണെന്ന് എത്ര പേർക്കറിയാം? പ്രമേഹ ചികിത്സ അവർ പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്താൽ ഏറ്റവും പഴക്കമുള്ള പ്രമേഹത്തെ പോലും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കൂടുതൽ അറിയാൻ ഗ്ലൈസീമിയ ആന്റി ഡയബറ്റിക് ക്ലിനിക്കിൽ കോൺടാക്ട് ചെയ്യുക.